SDPI പിന്തുണയിൽ വ്യക്തമായ മറുപടി പറയാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ച ചോദ്യം മാധ്യമപ്രവർത്തകന്റെ വിഷമം അതെല്ലാവർക്കും മനസ്സിലാകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മങ്കടയിലെയും വേങ്ങരയിലെയും SDPI പിന്തുണയിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചില്ല. എന്നാൽ SDPIയുമായി നീക്കുപോക്കില്ല എന്നായിരുന്നു ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം. വേങ്ങരയിൽ SDPI സ്ഥാനാർത്ഥിയെ വിലക്കി വാങ്ങിയെന്നാണ് KM ഷാജി ഇന്ന് ആരോപിച്ചിരിക്കുന്നത്. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ മാത്രമാണ് CPM-ന് വിഷയമെന്ന് VD സതീശനും പ്രതികരിച്ചു. എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഒരു വിഷമമുണ്ട്. എന്ത് ചെയ്യാനാണ്? ഞാൻ പറഞ്ഞല്ലോ, മങ്കടയിൽ ഞങ്ങൾ നല്ല സ്ഥാനാർത്ഥിയാണ് നിർത്തിയിട്ടുള്ളത്, നല്ല രീതിയിൽ ജയിച്ചു. നിങ്ങൾ എന്തിനായിരുന്നു വല്ലാതെ വിഷമിക്കുന്നത്? ആ വിഷമം കൊണ്ട് കുറച്ച് നടക്കി, അത് വേറൊന്നും ചെയ്യാനില്ല. പ്രയാസം മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. മങ്കടയിലും മേഖലയിലും അവര് തന്നെ പറയട്ടെ, ഇനി എന്താണെന്നുള്ള പറയട്ടെ, നോക്കാം. SDPIയുമായി CPIM യാതൊരു നീക്കുപോക്കും ഉണ്ടാക്കിയിട്ടില്ല, ധാരണയും ഉണ്ടാക്കിയിട്ടില്ല. SDPIയും SDPI ഇപ്പോൾ നടത്തുന്ന പ്രവർത്തന ശൈലി ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അനുഗുണമല്ല എന്ന അഭിപ്രായമാണ് CPIMന്റെ നിരീക്ഷണം. SDPI സഖ്യം ഉണ്ടാക്കിയത് CPM മാത്രമാണ്. നിങ്ങൾ എത്ര ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിച്ചാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഉണ്ടായത്, ചിഹ്നം പോലും അങ്ങനെയാണ്. SDPI പിന്തുണ വെച്ചാൽ സ്ഥാനാർത്ഥി തിരിച്ചിങ്ങോട്ട് പോരുമ്പോൾ നിങ്ങളടക്ക് ഞാനിങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങളും കൂടി പോരുന്ന ഒന്ന് മൊത്തത്തിലാണ് CPM കച്ചവടം ചെയ്തത്. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ കൊടുത്തപ്പോൾ LDFന് പ്രശ്നമുള്ളൂ, LDFനും പിണറായി വിജയനും പ്രശ്നമുള്ളൂ. PDP പിന്തുണച്ചു. ആരെ? LDFന്. ഒരു കുഴപ്പമില്ല. PDP മതേതര പാർട്ടിയാണോ? PDP മതേതര പാർട്ടിയാണോ? SDPI മതേതര പാർട്ടിയാണോ? അന്ന് CPM ആണ് മതേതര പാർട്ടി ആരാണെന്നും വർഗീയ പാർട്ടി ആരാണെന്നും തീരുമാനിക്കും. സൈഫ് സൈനലബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സൈഫ്, വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ പിന്തുണ UDFന് ഉണ്ടാകുമ്പോൾ അതിനെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു LDF. ഇപ്പോൾ LDFന് SDPIയുടെ പിന്തുണ ലഭിക്കുമ്പോഴും PDPയുടെ പിന്തുണ ലഭിക്കുമ്പോഴും അതേ നാണയത്തിൽ തിരിച്ചടിച്ച് ചോദിക്കുകയാണ് UDF. അതെ, അത് വിനിഷിപ്പ് സൂചിപ്പിച്ച പോലെ തന്നെ മറ്റ് രണ്ട് പ്രസ്ഥാനങ്ങളുടെ പിന്തുണ അത് വലിയ രീതിയിൽ ചർച്ചയാക്കി മാറ്റാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ SDPIയുടെ കാര്യം വരുമ്പോൾ അതിനകത്ത് മൗനം പാലിച്ച് നേതാക്കന്മാർ മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കാണാൻ കഴിയുന്നത്. ആദ്യം വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഇടതുമുന്നണി കൺവീനറായ TP രാമകൃഷ്ണനാണ്. SDPI പിന്തുണയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആരുടെ വോട്ടും സ്വീകരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് രാവിലെ മന്ത്രി V ശിവൻകുട്ടിയോട് നമ്മുടെ പ്രതിനിധി വിജിൻ സംസാരിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് വോട്ടിനകത്ത് ആരുടെയും പേരില്ലല്ലോ, വോട്ട് എല്ലാവരുടെയും വരട്ടെ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. കുറ്റ്യാടിയിലെ സ്ഥാനാർത്ഥി കുഞ്ഞഹമ്മദ് മാസ്റ്ററിനോട് ചോദിക്കുമ്പോഴും അദ്ദേഹവും SDPIയുടെ പിന്തുണയെക്കുറിച്ച് എല്ലാവരുടെയും വോട്ട് വേണമെന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ചുരുക്കത്തിൽ SDPIയുടെ വോട്ട് വേണം എന്ന സമീപനത്തിലേക്ക് ഇടതുമുന്നണി എത്തിച്ചേരുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചന പുറത്തു വരുമ്പോഴാണ് അതിൻ്റെ രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനം UDF എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആദ്യ പ്രതികരണമായി നമുക്ക് KM ഷാജിയുടെ പ്രതികരണം, ഇന്ന് രാവിലത്തെ KM ഷാജിയുടെ പ്രതികരണത്തെ കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നത് SDPIയുടെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ തവണ സ്വതന്ത്രനായി മത്സരിച്ച ആളാണ്, വേങ്ങരയിൽ മത്സരിച്ച ആളാണ് സഭ അന്ന് 11,000 വോട്ടുകൾ നേടിയിരുന്നു. ആ സ്ഥാനാർത്ഥി ഇപ്പോൾ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. SDPI ബന്ധത്തിന്റെ തെളിവാണത് എന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മങ്കടയിലെ സ്ഥാനാർത്ഥി ഒരു സംസ്ഥാന നേതാവിനെ അവിടെ നിർത്തിയിരുന്നു. ആ സംസ്ഥാന നേതാവിനെ പിൻവലിച്ചുകൊണ്ടാണ് കുന്നത്ത് മുഹമ്മദിന് പിന്തുണ നൽകാൻ വേണ്ടി അവർ ആ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതെന്ന ആരോപണം ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണം നമ്മൾ കാണുന്നു. അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ചോദിച്ച് നിങ്ങൾക്കുള്ള വിഷയം എനിക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞുകൊണ്ട് ആ മറുപടിയിൽ നിന്ന് അദ്ദേഹം സ്കിപ്പ് ചെയ്തു പോകുന്നതാണ് നമുക്ക് കാണുന്നത്. അതിന് ഷാർപ്പായ ഒരു മറുപടി പറയുന്നത് MA ബേബിയാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പിന്തുണയില്ല, അവരുടെ പിന്തുണയില്ല എന്ന തരത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാ നേതാക്കളും തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നതുകൊണ്ട് സ്ഥാനാർത്ഥികളടക്കം എല്ലാവരുടെയും വോട്ട് തങ്ങൾക്ക് വേണം എന്ന സമീപനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അതുകൊണ്ടായിരിക്കാം മറ്റ് വിവാദ തരത്തിലുള്ള ചർച്ചകളിലേക്കോ മറ്റേതെങ്കിലും സംഘടനകളുടെ പേര് പറഞ്ഞുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്കോ ഒന്നും ഈ ഘട്ടത്തിൽ ഇടതുമുന്നണി ഇതുവരെ കടക്കാത്ത ഇടതുമുന്നണി ഇനി കടക്കാനുള്ള സാധ്യതയും കുറവാണ്. വിനീഷ, പല സാഹചര്യങ്ങളിലും മുഖ്യമന്ത്രി വരെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഒരു വർഗീയ ശക്തികളുടെയും വോട്ട് വേണ്ട, ജയിച്ചില്ലെങ്കിൽ ജയിച്ചില്ല, വോട്ട് വേണ്ട, വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എന്ന പരസ്യമായി തള്ളിക്കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പരസ്യമായി അവരെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നവരാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ LDF നേതാക്കളടക്കം. മഞ്ചേശ്വരത്തെ SDPI UDF പിന്തുണയുമായി ബന്ധപ്പെട്ട് ഈ നേതാക്കളൊന്നും പ്രതികരിച്ചില്ല. അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും LDF നേതാക്കളുടെ ഭാഗത്തുണ്ടായില്ലേ ഇന്ന്?
ഇല്ല, അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ മഞ്ചേശ്വരത്ത് വലിയ ആശ്വാസമാണ് UDF-ന് ആ തീരുമാനം. SDPI സ്ഥാനാർത്ഥി പിൻവലിച്ചത് വഴി ഉണ്ടായത്. SDPI വോട്ടുകൾ വേണ്ട എന്ന നിലപാടിലേക്ക് ഒരു ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഇതുവരെ എത്തിച്ചേർന്നിട്ടുമില്ല. നേരത്തെ വിനിഷ സൂചിപ്പിച്ച പോലെ 2 വോട്ടിന് വേണ്ടി നിലപാടിൽ മാറ്റം വരുത്തില്ല എന്ന് പല ഘട്ടങ്ങളിലും പല സമയങ്ങളിലും ഇടതുമുന്നണി നേതാക്കൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ചിലരുടെ വോട്ട് വേണ്ട, അങ്ങനെ ഷാർപ്പായിട്ട് നിലപാട് പറയുന്ന ഒരാളെയാണ് ഈ സമീപകാലത്ത് CPM-ൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സ്വരാജ് എല്ലാ ദിവസവും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ഒരു വർഗീയ ശക്തിയുടെയും വോട്ട് എനിക്ക് വേണ്ട എന്ന്. ഏത് ദിവസം അദ്ദേഹത്തെ പോയി കണ്ടിട്ട് ചോദിച്ചാലും അദ്ദേഹം പറയുന്നൊരു പ്രതികരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ SDPയുടെ പേരെടുത്തൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരു വർഗീയ ശക്തിയുടെ വോട്ട് എനിക്ക് വേണ്ട എന്ന നിലപാട്. അത് സംശയങ്ങൾക്കിട നൽകാതെ സ്വരാജ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ സംശയങ്ങൾക്കിട നൽകാതെ അല്ല നേതാക്കന്മാരുടെ പ്രതികരണം. സംശയങ്ങൾക്കിട നൽകിയുള്ള പ്രതികരണമാണ് എല്ലാ നേതാക്കന്മാരുടെയും ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതായത് SDPI വോട്ട് ആഗ്രഹിക്കുന്നു, SDPI വോട്ട് ചെയ്തോട്ടെ. ഇപ്പോൾ ശിവൻകുട്ടി പറഞ്ഞ പോലെ ഒരു വോട്ടറുടെ പേരിനിപ്പം അദ്ദേഹം ഈ ഇന്ന പാർട്ടിയാണ് എന്ന് എഴുതുന്നില്ലല്ലോ, അതുകൊണ്ട് എല്ലാവരുടെയും വോട്ട് പോരട്ടെ എന്ന സമീപനത്തിലേക്ക് ഇടതുമുന്നണി നേതാക്കൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിലപാടിൽ മാറ്റം ഉണ്ടായേക്കാം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഒരു നിർണായക പോരാട്ടമായതുകൊണ്ട് എല്ലാവരുടെയും വോട്ടിഞ്ഞ് പോരട്ടെ എന്ന സമീപനമാണ് ഇടതുമുന്നണി നേതാക്കൾ, പ്രത്യേകിച്ച് ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ സ്വീകരിക്കുന്നത്. വിനിഷ.